എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ വാരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര പൂമ്പാറയിലേക്കാണ് കേട്ടോ. പൂമ്പാറ എന്ന സ്ഥലത്തെപ്പറ്റി നിങ്ങളധികം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. തമിഴ്നാട്ടിൽ നമ്മുടെ കൊടൈക്കനാലിന് ഒരു 20 കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ ഒരു ഗ്രാമമാണ് പൂമ്പാറ എന്ന് പറയുന്നത്. എല്ലാവരും സാധാരണയായിട്ട് നമ്മുടെ മലയാളീസൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ യാത്ര പോകുന്നൊരു സ്ഥലമാണ് കൊടൈക്കനാൽ. അപ്പോൾ കൊടൈക്കനാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് മടങ്ങുകയാണ് സാധാരണയായി ചെയ്യുന്നത്. പക്ഷേ കൊടൈക്കനാൽ വരുന്നവർ ഉറപ്പായും യാത്ര ചെയ്യേണ്ട ഒരു റൂട്ടാണ് പൂമ്പാറ മന്നവന്നൂർ പൂണ്ടി റൂട്ട് എന്ന് പറയുന്നത്. ആ റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ എത്ര അതിമനോഹരമായ ഒരു റൂട്ടാണെന്ന് നോക്കിക്കേ. ചുറ്റും ഉയർന്നു നിൽക്കുന്ന മരങ്ങളും അതുപോലെ മഞ്ഞ് മൂടിയ ഒരു കാലാവസ്ഥയും. നമ്മൾ അതിരാവിലെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളതേ പൂമ്പാറ ഗ്രാമത്തിലെത്തി. രാവിലത്തെ കാഴ്ചയാണ് കണ്ടില്ലേ. പൂമ്പാറ ഗ്രാമമാണ് താഴെ കാണുന്നത്. തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതിയാട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. വെളുത്തുള്ളി, ക്യാരറ്റ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് മലനിരകൾ കാണാം. ആ മലനിരകൾക്ക് താഴെയായിട്ട് ഇങ്ങനെ കണ്ടല്ലോ കൃഷിപ്പാടങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. കണ്ടില്ലേ രാവിലെ ആളുകളുമായിട്ട് ഇവിടുന്ന് പോകുന്ന കൊടൈക്കനാലിന് പോകുന്ന TNRTCയുടെ ബസ്സാട്ടോ പോകുന്നത്. കണ്ടില്ലേ ആളുകൾ ഫുട്പാത്തിൽ അല്ല ഫുഡ് ഡോറിൽ നിന്നാണ് ആളുകൾ പോകുന്നത്. ഏതായാലും നല്ല അതിമനോഹരമായ റോഡ് കൂടിയാണ് കേട്ടോ. നല്ല റോഡുകളാണ് തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടില്ലേ ആ കാണുന്നതാണ് കേട്ടോ പൂമ്പാറ സിറ്റിയാണ് കാണുന്നത്. അധികം വലിയ സിറ്റിയൊന്നുമല്ല, നല്ല ചെറിയൊരു അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂമ്പാറ ഗ്രാമം എന്ന് പറഞ്ഞത് അങ്ങ് താഴെയാണ് കേട്ടോ. ആ താഴെ കാണുന്നതാണെന്ന് പൂമ്പാറ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പൂമ്പാറയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ മതി വരുവോളം നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും രാവിലത്തെ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഉള്ള ആ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. മഞ്ഞൊക്കെ ഇങ്ങനെ മാറി ക്ലൗഡ് ബെഡ്സൊക്കെ ഇങ്ങനെ ഒഴുകി വന്ന് കിടക്കുന്ന കാഴ്ച, നമ്മൾ ആ കാഴ്ചയിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ അതിമനോഹരമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക രീതിയിലാണ് അവിടുത്തെ വീടുകളൊക്കെ പണിതിരിക്കുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. അങ്ങ് ദൂരെ കണ്ടോ ക്ലൗഡ് ബെഡ്സ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. അപ്പം നമ്മൾ ആ മലനിരകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ക്ലൗഡ് ബെഡ്സ് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ തമിഴ്നാട്ടിലെ ഏത് കുഗ്രാമത്തിൽ വരെ കയറി ചെന്നാൽ പോലും നല്ല റോഡുകളാണ് കേട്ടോ. നല്ല ഏത് സ്ഥലത്ത് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാലും ആക്സസിബിലിറ്റി അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ധൈര്യമായിട്ടും ഏത് സ്ഥലത്തുകളിലും നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അതാണ് ഇവിടുത്തെ തമിഴ്നാട്ടിലെ റോഡുകളുടെ പ്രത്യേകത. പോകുന്ന വഴിയിൽ ധാരാളം ഹോട്ടലുകളുണ്ട് കേട്ടോ. ഹോട്ടലുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ ഇവിടെ വന്ന് പൂമ്പാറ വന്നൊരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള പോലെ എന്താ പറയുക വാഴയും കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ കൃഷി ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടു. പിന്നെ അതേപോലെ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ്, വെളുത്തുള്ളി, ബീൻസ്, അതേപോലെ ഉള്ളി, സവോള ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആട്ടോ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ക്ലൗഡ് ബെഡ്സ് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടില്ലേ അങ്ങ് 2 മലനിരകൾക്കിടയിലൂടെ ക്ലൗഡ് ബെഡ്സ് ഇങ്ങനെ ഒഴുകി വന്ന് കിടക്കുന്ന കാഴ്ച എൻ്റെ പൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. ശരിക്കും ഇവിടെ നിന്ന് തന്നെ അത് ആസ്വദിക്കണം. ക്യാമറയിൽ കാണുന്നതിനാലും മുകളിലാണ് കേട്ടോ ഇവിടെ നിന്നുള്ള ആ ഒരു ആസ്വാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡിലായിട്ട് കണ്ടില്ലേ പൂമ്പാറ ഗ്രാമത്തിൻ്റെ ഒരു വശം നമുക്ക് കാണാൻ പറ്റും. തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതികൾ നമ്മൾ സാധാരണയൊക്കെ കേരളത്തിലൊക്കെ ആണെങ്കിൽ മലനിരകളൊക്കെ ചുമ്മാ കിടക്കുകയായിരിക്കും. പക്ഷേ അവർ ഓരോ സ്ഥലത്തും ധാരാളം ഇങ്ങനെ മലകൾ വരെ ഇങ്ങനെ വെട്ടി വെട്ടി കൃഷി ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ നമുക്ക് താഴെ ബോർഡ് ഡിസൈനിലുള്ള റിസോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ധാരാളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടുകളുണ്ട് കേട്ടോ.
1500 മുകളിലേക്ക് തൊട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ താമസിച്ചത് 1800 നല്ല റൂമായിരുന്നു, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമായിരുന്നു കേട്ടോ. ഇവിടെ കൊടൈക്കനാൽ തൊട്ട് പൂമ്പാറ വരെ ഇതുപോലെ ധാരാളം റിസോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പൂമ്പാറ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊരു പളനി വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. പളനി മല കാണാവുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടുത്തെയും മഞ്ഞ് അതിമനോഹരമാണ്, മഞ്ഞൊഴുകി വന്നേക്കണം. അങ്ങ് ദൂരെ നമുക്കത് കാണാൻ പറ്റും. അപ്പം നമുക്ക് അവിടെ പോയി കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ കണ്ടില്ലേ, അങ്ങ് പളനി മലയാണ് അങ്ങ് ദൂരെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ഒഴുകി വന്ന് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ക്ലൗഡ് ബോട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. എന്തായാലും കൊടൈക്കനാൽ വരുന്നവർ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പൂമ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ പൂമ്പാറ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പൂമ്പാറയിൽ നിന്ന് മുന്നോട്ടുള്ള കാഴ്ചകളായിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം.